ഇപ്പോൾ കിംസ് ആശുപത്രിയിലേക്ക് പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി ഇപ്പോൾ ആംബുലൻസ് ഇപ്പോൾ കിംസ് ആശുപത്രിയുടെ മുൻവശത്തെത്തിയിരിക്കുകയാണ്. അവയവം വാങ്ങാനായിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ ആശുപത്രിയുടെ മുൻപിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി 2 മണിക്കൂറിലധികമായി കിംസ് ആശുപത്രിയിലെ അധികൃതർ വളരെയധികം ജാഗ്രതയോടും ഒരുക്കത്തോടും കൂടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനു വേണ്ടിയിട്ട് ഒരു കുടുംബം 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആലൻ ഷെറിൻ ജോൺ എന്ന് പറയുന്ന കുഞ്ഞു മാലാഖയുടെ ഹൃദയം സ്വീകരിക്കാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്. ആ നിമിഷങ്ങൾ ആ കുടുംബം വളരെയധികം പ്രാർത്ഥനയോടുകൂടി ഈ ആശുപത്രിയിൽ കഴിയുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ നിമിഷം വളരെയധികം ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. ഇപ്പോൾ ആലൻ ഷെറിൻ ജോണിൻ്റെ കരളുമായിട്ടത് ഡോക്ടറും അധികൃതരുമൊക്കെ ഇപ്പോൾ കിംസ് ആശുപത്രിയുടെ അകത്തേക്ക് കടന്നു പോകുകയാണ്. ഇനി തൊട്ടടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിച്ച് തൊട്ടടുത്ത നിമിഷങ്ങളിലേക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. നീണ്ട 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കരൾ ശസ്ത്രക്രിയയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവെന്ന പേരിൽ ആലൻ ഷെറിൻ ജോൺ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവം സ്വീകരിക്കുന്ന ആ കുട്ടി എന്ന പേരിലും ആ കുട്ടി അറിയപ്പെടുകയാണ്. 6 മാസം പ്രായം മാത്രമുള്ള കുഞ്ഞാണ് ഇപ്പോൾ ഈ കരൾ ഏറ്റുവാങ്ങുന്നത്. ആ കുടുംബം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കരളിൻ്റെ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് തന്നെ അവയവത്തിനായി കാത്തിരുന്ന ഒരു കുടുംബം കൂടിയാണ്. ആ നിമിഷമാണ് ഇപ്പോൾ ആലൻ ഷെറിൻ ജോൺ ഒരുപക്ഷേ മരണ നിമിഷം പോലും അതൊരു മാലാഖയായി കടന്നു പോകുമ്പോൾ ഒരു വളരെയധികം വേദനിപ്പിക്കുന്ന നിമിഷം കൂടിയാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് ആലൻ ഷെറിൻ ജോണിൻ്റെ മാതാപിതാക്കൾ ഏറെ വേദനയോടും കണ്ണീരോടും കൂടി ആയിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ മകൾ വിട്ടുപോയെന്ന് പറയുമ്പോഴും ഇനി അങ്ങനെ വിട്ടുപോകാൻ സമ്മതിക്കാതെ 5 മനുഷ്യ ജീവനുകളിൽ പുതുജീവൻ നൽകിക്കൊണ്ട് ആ കുടുംബം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. കേസ്